തീരുവ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് തിരിച്ചടിയുമായി ചൈന. അമേരിക്കൻ കൽക്കരിക്കും അസംസ്കൃത എണ്ണയ്ക്കും 15% തീരുവ ചുമത്തി. ഗൂഗിളിനെതിരെ അന്വേഷണത്തിനും ഉത്തരവ്. AI-യിലെ നിലപാട് തിരുത്തി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. AI വഴി കിട്ടുന്ന സമ്പത്ത് കുന്നുകൂടും, തൊഴിലില്ലായ്മ രൂക്ഷമാക്കും, ചൂഷണത്തിനും ഇടയാക്കുമെന്ന് പുതിയ നിലപാട്. തിരുത്തിയത് AI സോഷ്യലിസത്തിലേക്കുള്ള വഴിയെന്ന നിലപാട്. സനാതനധർമ്മത്തെ എതിർത്തതുകൊണ്ടാണ് കോടിയേരി ബാലകൃഷ്ണൻ ഇല്ലാതായതെന്ന അധിക്ഷേപവുമായി ശോഭാ സുരേന്ദ്രൻ. പിണറായി അനുഭവിക്കുന്നത് ശബരിമല സ്ത്രീ പ്രവേശനത്തിന്റെ ശിക്ഷയെന്നും പരാമർശം. കോടിയേരിയും പിണറായിയും ഒരിക്കലും RSSന് കീഴ്പ്പെട്ടിട്ടില്ലെന്ന് ബിനീഷ് കോടിയേരി. അമേരിക്ക ഇന്ത്യയിലേക്ക് കയറ്റിവിട്ടത് 205 കുടിയേറ്റക്കാരെ. ഇന്ത്യൻ സർക്കാരിന്റെ അറിവോടെയെന്നും റിപ്പോർട്ട്. കൂടുതൽ ഇന്ത്യൻ കുടിയേറ്റക്കാരെ ഉടൻ കയറ്റിവിടും. അമേരിക്കൻ നടപടി നരേന്ദ്രമോദി അമേരിക്ക സന്ദർശിക്കാനിരിക്കെ. വമ്പൻ താരനിരയുമായി ടെസ്റ്റ് വരുന്നു. അണിനിരക്കുന്നത് നയൻതാര, മാധവൻ, സിദ്ധാർത്ഥ്, മീര ജാസ്മിൻ തുടങ്ങിയവർ. നിർമ്മാതാവ് ശശികാന്ത് ആദ്യമായി സംവിധാനം ചെയ്യുന്ന സ്പോർട്സ് ഡ്രാമ റിലീസ് ചെയ്യുക OTT-യിൽ എന്ന് റിപ്പോർട്ട്.